ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹരിതൻ നിന്നോട് കാണിക്കുന്ന സ്നേഹവും അനുകമ്പയൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. അച്ഛന്റെ മെച്ചുറായ ഇൻഷുറൻസ് തുക എങ്ങനെ തട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് ഏജന്റിനെ ഞാൻ കണ്ടിരുന്നു. പൈസയൊക്കെ അച്ഛന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്നാ ഞാൻ അറിഞ്ഞത്. ഗുളിക കഴിക്കാൻ മറന്നു അല്ലേ? ഗുളികയ്ക്ക് ശരീരത്തിന്റെ അസുഖങ്ങളല്ലേ മാറ്റാൻ കഴിയൂ. മനസ്സിനേറ്റ മുറിവ് ഉണങ്ങില്ലല്ലോ. ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടില്ല. ചെടികളാവുമ്പോ നമ്മൾ തെളിച്ചു കൊടുത്ത വഴിയിലേക്ക് പടർന്നു കയറും. മക്കളെ പോലെ തിരിഞ്ഞു കൊത്തില്ല. മാധവേട്ട, ദേ നമ്മുടെ വിനുമോൻ. മോനെ, നിന്നെ കാണാൻ ഞങ്ങൾ കൊതിച്ചിരിക്കുകയായിരുന്നു. അകത്തേക്ക് കയറി വാ. ഇല്ല മോനെ, ആരും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മോനകത്തേക്ക് വാ. വിനുട്ടാ, സുഖാണോ? പ്രകാശേട്ടൻ ചെയ്തതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നെ ശപിക്കരുത്. താമസിക്കുന്ന വീടിന്റെ അടുക്കള പാല് കാച്ചിയതിന്റെ പായസമാണെന്നോ? ആ പായസം കൊണ്ട് അമ്മയെ കാണാൻ വരാൻ തോന്നിയല്ലോ മോന്. ഇതിൽ പരം ഈ അമ്മയ്ക്ക് എന്താ മോനെ വേണ്ടത്? ജഗൻ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയ പുണ്യമാ. പാതിരാത്തിൽ ഇറങ്ങിപ്പോയ എന്റെ മോനെ സഹായിക്കാനുള്ള മനസ്സ് ജഗന് തോന്നിയല്ലോ. ഇപ്പോഴാ അമ്മയ്ക്ക് ജീവൻ വീണത്.
നടന്നു തന്നെ. വിനുവിനെ ഇറക്കി വിട്ടതിന് ശേഷം അച്ഛൻ എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. ഏകദേശം എന്റെ അവസ്ഥ അതൊക്കെ തന്നെയാ. ചിലപ്പോ തോന്നും വിനുവിനെ അടിച്ച് പുറത്താക്കണ്ടായിരുന്നു എന്ന്. പക്ഷെ മീനാക്ഷി പുറത്താക്കിയ ശേഷം ഹരിതയ്ക്ക് എന്നോട് ചെറിയ അനുകമ്പയൊക്കെ ഉണ്ട്. ഹരിത നിന്നോട് കാണിക്കുന്ന സ്നേഹവും അനുകമ്പയും ഒന്നല്ല ഇവിടുത്തെ പ്രശ്നം. അച്ഛന്റെ മെച്ചുറായ ഇൻഷുറൻസ് തുക എങ്ങനെ തട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് ഏജന്റിനെ ഞാൻ കണ്ടിരുന്നു. പൈസയൊക്കെ അച്ഛന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു എന്നാ ഞാൻ അറിഞ്ഞത്. വേറൊരു വീട്ടിൽ താമസിക്കുന്ന എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രകാശേട്ടൻ തന്നെ മുൻകൈ എടുത്താലേ എന്തെങ്കിലും നടക്കൂ. അതിന് അച്ഛനോടൊന്നും സംസാരിക്കണ്ടേ? എന്നാലല്ലേ കാര്യം അവതരിപ്പിക്കാൻ പറ്റൂ. അച്ഛനും അമ്മയൊക്കെ പാവങ്ങളാ. അവർക്ക് അധിക നാളങ്ങനെ പിണങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല. ദേ, അവരാ പൈസ എടുത്ത് വിനുവിനെ സഹായിക്കുന്നതിന് മുന്നേ നമുക്കത് ഏതു വിധേനയും സ്വന്തമാക്കിയേ പറ്റൂ. എനിക്ക് അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല. പെൻഷനായപ്പോ കിട്ടിയ പണമെല്ലാം ഞാൻ ബിസിനസ് ചെയ്ത് കളഞ്ഞല്ലോ. അതുകൊണ്ട് പ്രകാശേട്ടനെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എത്രയും പെട്ടെന്ന് അച്ഛനുമായിട്ട് അടുക്കാൻ നോക്ക്. അതിനു പറ്റി ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ അതിനു പറ്റിയൊരു വിശേഷം വരണം. അല്ലാതെ വെളുക്കെ ചിരിച്ചുകൊണ്ട് സ്നേഹം കാണിക്കാൻ ചെന്നാലേ അതെന്തോ കാര്യം സാധിക്കാനാണെന്ന് അച്ഛന് മനസ്സിലാവും. അത് ശരിയാ. തൽക്കാലം നമുക്ക് അതിന് പറ്റിയൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാം. വരും, വരാതിരിക്കില്ല. എനിക്ക് വീട് പണി നടക്കുന്നിടത്തൊന്ന് പോണം. പോട്ടെ. ശരി. വിനേട്ടാ, വാ കാപ്പി കുടിച്ചിട്ട് പോവാം. നന്നായി വരും. മീനാക്ഷിയോട് സങ്കടപ്പെടരുതെന്ന് പറയണം. ഞാനൊരു ദിവസം മീനാക്ഷിയെ കാണാൻ വരുന്നുണ്ട്. എന്ത് ആവശ്യമുണ്ടെങ്കിലും അറിയിക്കണം വിനുവേട്ടാ. വിനുവേട്ടൻ ഒറ്റയ്ക്കല്ല, സഹോദരങ്ങളായി ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്.